നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് കുറച്ച് ഒരു പ്രീമിയം ബ്രാൻഡായ സെർജോഫിൻ്റെ കുറച്ച് പെർഫ്യൂംസ് നോക്കാം. അപ്പം ഞാനിവിടെ കവർ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രഷ് പെർഫ്യൂം, ഒരു ഓൾ ഇയർ അറൗണ്ട്, എനി ഒക്കേഷൻസ്, എനി ടൈം പെർഫ്യൂം, പിന്നെ ഒരു 2 ഊദ് പെർഫ്യൂംസ്. ഇത്രയുണ്ട് സെർജോഫിൽ നിന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഒന്ന് സെർജോഫിൻ്റെ എർബ പ്യൂറ, പിന്നെ ടോറിനോ 21, പിന്നെ മോർ ദാൻ വേഡ്സ്, പിന്നെ അലക്സാൻഡ്രിയ 2. ഇത്രയും സാധനങ്ങളാണ്. ഇത് പ്രീമിയം ഫ്രാഗ്രൻസ് ആണ്. ഏതാണ്ട് ഒരു 20,000 മേളിൽ 100 മില്ലിക്ക് വില വരുന്നതാണ് എല്ലാ ഫ്രാഗ്രൻസസും. അപ്പം നിങ്ങൾക്ക് അത്രയും പൈസയൊന്നും കളയണമെന്ന് ഞാൻ പറയുന്നില്ല. വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട് ആണെങ്കിൽ നല്ലതാണ്. പിന്നെ താല്പര്യമുള്ളവർക്ക് വാങ്ങി നോക്കാം കേട്ടോ. പക്ഷേ ഞാൻ ബ്ലൈൻഡ് ബൈ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രം വാങ്ങിക്കുക കേട്ടോ. നമുക്ക് സമയം കളയാതെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ആദ്യം നമുക്ക് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫ്രഷ് ഫ്രാഗ്രൻസ് എന്ന് തന്നെ തുടങ്ങാം. ഫ്രഷായിട്ട് ഒരെണ്ണം ഉള്ളതെന്ന് പറഞ്ഞാൽ ടൊറീനോ 22 ആണ്. അപ്പം ടൊറീനോ 21 ആണ്, 22 അല്ല കേട്ടോ. സോ ഇതുണ്ടത് ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ഈ സെർജോഫ് വരുന്നത്. ഇതുണ്ടത് കണ്ടോ, ബോക്സിനകത്ത് വന്നിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിവിടെ ഒരു വെൽവെറ്റ് ടവലൊക്കെ ഉണ്ട്. ഈ വെൽവെറ്റ് ടവലിനകത്ത് ടോറിനോ 21 ഇരിക്കുന്നത് കണ്ടോ. ഇങ്ങനെയാണ് ഇരിക്കുന്ന സാധനം. ടോറിനോ 21 കണ്ടോ. ഈ ടോറിനോ 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഫ്രഷ് അരോമാറ്റിക് സ്പൈസി ഗ്രീൻ ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ ഇത് ടോപ്പ് നോട്ടിൽ വരുന്നത് ഫ്രഷ് മിൻറ്റ്, ലെമൺ, ഞാൻ പറഞ്ഞുതരാം നോട്ട്സ്. ഫ്രഷ് മിൻറ്റും ലെമണും, ബേസിൽ ചെറിയൊരു ടച്ച് ഓഫ് തുളസിയുടെ ഇതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ അവിടെ ഉണ്ടെന്ന്. പിന്നെ ബ്ലാക്ക് കറൻറ്റ്, ചെറിയ ഫ്രൂട്ടി ടച്ച് മിഡിലിൽ. റോസ്മേരി, അതൊരു നമ്മുടെ കരിയാപ്പിലൊക്കെ പോലെ ഈ വെള്ളിലുള്ളവരൊക്കെ ഈ കറികളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനം, ഒരു ഇലയ മണമുള്ള റോസ്മേരി. ജാസ്മിൻ, മുല്ലപ്പൂ. പിന്നെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മസ്കും ലെമണും കൂടെയുള്ള ബേസാണ്. അപ്പം നമുക്ക് സ്പ്രേ ചെയ്ത് നോക്കാം. നല്ല ഭയങ്കര ഒരു ഗ്രീൻ ഫ്രഷ് സിട്രസ് ആണ് ഇനി വരുന്നത് കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഒരു 5-6 മണിക്കൂർ നന്നായിട്ട് സ്കിന്നിൽ ലാസ്റ്റ് ചെയ്യും, നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും, നല്ല സെൻട്രയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രാഗ്രൻസ് ആണ്. ആളുകൾ തിരിച്ചറിയും. ഭയങ്കര ഫ്രഷ് സ്മെല്ലാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കുക. സെർജോഫിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിയേഷൻസിൽ ഒന്നായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്, ഈ ടോറിനോ 21. ഇത് കിട്ടാനായിട്ട് ഇപ്പോൾ ഭയങ്കര പാടാണ്. ടോറിനോ 21 ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ മണത്ത് നോക്കുക. ഉണ്ട്, നിർത്തിയിട്ടൊന്നുമില്ല, അവർ സ്റ്റിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് കാലിയാകുന്നൊരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ടോറിനോ 21 കേട്ടോ. എൻ്റെ ബാച്ച് നമ്പർ L08624D ആണ്, ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ടോറിനോ 21 ഇപ്പം വെറുതെ ഇതൊന്ന് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കിയായിരുന്നു. ഇവിടെ മുഴുവൻ പ്രൊജക്റ്റ് ചെയ്തിരിക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർജോഫിൻ്റെ എർബ പ്യൂറയാണ്. ഇത് ഭയങ്കര ഫേമസാണ്, ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ആൾക്കാർക്കൊക്കെ അറിയാം. ഇതുണ്ടത് എർബ പ്യൂറ. ഇതിനകത്ത് ഇപ്പോൾ ഇത് പുതിയ ബോട്ടില്ല സെർജോഫിൻ്റെ എർബ പ്യൂറയുടെ. ഇത് നല്ല ഗ്ലേസിംഗ് ഉള്ള ബോട്ടിൽ. ഇവിടെ ടവൽ അടിയിലാണ് വരുന്നത് കേട്ടോ. ടവൽ ഇതുണ്ട്, ഇങ്ങനത്തെ ഒരു മേളിലൊരു സാധനമൊക്കെ വെച്ചിട്ട് അതാണ് അതിൻ്റെ ബോക്സ്. ആ ബോക്സിനകത്ത് ഇതുണ്ടോ, ഇതാണ് എർബ പ്യൂറ കണ്ടോ. അപ്പം ഇത് നമുക്ക് നോക്കാം. ഇത് ഓൾ ഇയർ ഒക്കേഷൻ. ഇതുണ്ട് ഈ സെർജോഫിൻ്റെ അടപ്പിനകത്ത് മുഴുവൻ ഇതിനകത്തൊരു എക്സൊക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ ഇതുണ്ട്, ഈ അറ്റോമൈസറിൽ ഒരു എക്സൊക്കെ ഉണ്ടാകും. അപ്പം വ്യാജന്മാരെ സൂക്ഷിക്കുക. എർബ പ്യൂറ എൻ്റെ ബാച്ച് നമ്പർ വരുന്നത് 31023N ആണ്. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വേറൊരു വീഡിയോയിൽ. ഇതൊരു ഭയങ്കര ഫ്രഷ് ഫ്രൂട്ടി ഫ്രാഗ്രൻസ്, ഭയങ്കര ഫ്രൂട്ടിയാണ്. പേരയ്ക്ക പൊളിച്ച് വെച്ചാൽ അകം എങ്ങനെ മണക്കും, അതിലും മനോഹരമായി മണക്കും. അങ്ങനത്തെ ഒരു വൈബ കിട്ടുന്നത്. ഫ്രഷ് പേരയ്ക്ക പൊളിച്ച് അകത്ത് മണക്കുന്ന പോലെ ഇരിക്കും. നല്ല സെൻട്രയിലുണ്ട്, നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. അടിച്ചു കഴിഞ്ഞാൽ ക്ലോത്തിലൊക്കെ അടുത്ത ദിവസം വരെ നിൽക്കും. ഓൾ ഇയർ അറൗണ്ട്, എനി ഒക്കേഷൻസ്, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓഫീസിലാണെങ്കിൽ ഒരു 2-3 സ്പ്രേ കുറച്ചടിക്കുക. ഭയങ്കര സെഡക്റ്റീവാണ്. ഇതിൻ്റെ നോട്ട്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സിസിലിയൻ ഓറഞ്ച്, കലബ്രിയൻ ബെർഗമോണ്ട്, സിസിലിയൻ ലെമൺ, എല്ലാം ഇറ്റലിയിൽ നിന്നുള്ള ഓറഞ്ചും ലെമണും ഒക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്.
നടുക്ക് മുഴുവൻ ഫ്രൂട്ട്സ്, താഴെ മസ്ക്, നല്ല മസ്കി ഓറഞ്ചി ഫ്രൂട്ടി ഫ്രാഗ്രൻസ്. ഇതിന് വേറെ വേർഡ്സ് ഇല്ല പറയാനായിട്ട്. അടുത്ത ഫ്രാഗ്രൻസിൻ്റെ പേര് അത് തന്നെ, മോർ ദാൻ വേർഡ്സ്. ഇതൊരു ഭയങ്കര നല്ല ഫ്രാഗ്രൻസാണ് കേട്ടോ. പക്ഷേ 20,000 മേളിലാവും 100 മില്ലിക്ക്. നോക്കുക, നിങ്ങൾ മണത്ത് നോക്കിയിട്ടാണ് മേടിക്കാവുള്ളത്. ബ്ലൈൻഡ് ബൈ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല, കാരണം ഇതൊക്കെ ഇതുവരെ ഇഷ്ടപ്പെടാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, ഇവനല്ല ഞാൻ ഉദ്ദേശിച്ച ആൾ, ഇതായിക്കോട്ടെ. അടുത്തതെന്ന് പറഞ്ഞാൽ മോർ ദാൻ വേർഡ്സ്, വാക്കുകൾക്കതീതം. ഇതൊരു ഊദ് ആൻഡ് റോസ് ഫ്രാഗ്രൻസ്. കണ്ടത് ഇങ്ങനെ ഇരിക്കുന്നത്, കണ്ടത് ഇതുപോലത്തെ വെൽവെറ്റ് ടവൽ ഇതിനകത്തുമുണ്ട്. പുതിയ ബാച്ചുകൾക്കൊക്കെ അതുണ്ടോയെന്ന് അറിയത്തില്ല, വെൽവെറ്റ് ടവൽ. എന്തായാലും നോക്കുക. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്നും നമ്മളങ്ങനെ റിവ്യൂ ചെയ്യാറില്ല. ബോക്സ് ആരും കഴുത്തൊക്കെ ഇട്ട് തൂക്കിക്കൊണ്ട് നടക്കാൻ പോകുന്നില്ലല്ലോ. ഫ്രാഗ്രൻസ് സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലൊരു ബോക്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതിനകത്ത് നിന്ന് ഇപ്പം ഇത് എടുത്തു കഴിഞ്ഞാൽ അതെ ഇതല്ലേ, നമുക്ക് മണത്ത് നോക്കാം. നോട്ട്സ് വരുന്നത് അടിക്കുന്നു, പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര നോട്ട്സ് പറയുന്നതിന് മുമ്പ് നല്ലൊരു ഊതിൻ്റെ റോസിൻ്റെ ഒരു മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിയേഷനാണ്. നല്ല റൗണ്ടഡ് ഊത് റോസ് ഫ്രാഗ്രൻസ്. നമ്മുടെ മിഡിൽ ഈസ്റ്റേൺ ക്ലോൺ ഊത് റോസ് ഒന്നും മണക്കുന്ന പോലല്ല. അതൊരു ഭയങ്കര ഒരു അനുഭൂതി, ഒരു ഭയങ്കര ലൈറ്റ് എയറി ഊത് റോസ്. അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫോമൻസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരു 6-7 മണിക്കൂർ നിൽക്കും. ക്ലോത്തിലൊക്കെ ഒരു അടുത്ത ദിവസം വരെ കാണും. നല്ല രീതിയിൽ സെൻട്രയിലുള്ള സാധനമാണ്. ആൾക്കാർ തിരിച്ചറിയും, നിങ്ങൾ പോണ വഴിയെല്ലാം ഇതിൻ്റെ മണം ഉണ്ടാവും. ആ ഊതും ആ റോസും കൂടെയുള്ള കോംബോ ഭയങ്കരമാണ്. അവർ ഇങ്ങനെ ഒരുപാട് ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അംബർ ഊത് ഫ്രൂട്ടി ഫ്ലോറൽ ഫ്രാഗ്രൻസ് എന്നാണ് പറയുന്നത്. അഗർവുഡ് ഫ്രൂട്ടി നോട്ട്സ്, ഫ്ലോറൽ നോട്ട്സ്, അംബർഗിരി വുഡി നോട്ട്സ്, ഒലിബാനം, ലബ്ഡനം. അഗർവുഡ് എന്ന് പറഞ്ഞാൽ ഊതും റോസും ആണ് ഇതിൻ്റെ മെയിൻ കമ്പോണൻറ്റ്. നല്ല റൗണ്ടഡ് അപ്പം നല്ലതായിട്ട് ആ ഒരു കുത്തലില്ലാത്ത രീതി, ആ നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ഗുണമേന്മ നമുക്ക് തിരിച്ചറിയാൻ മണക്കുമ്പോൾ. നല്ല ഫ്രാഗ്രൻസ് ആണ്, പക്ഷേ മണത്ത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അപ്പം സാമ്പിളൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ അത് മണത്ത് നോക്കിയിട്ട് വാങ്ങിക്കുക. എയർപോർട്ടിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവരുടെ സെർജോഫിൻ്റെ ഷോപ്പ് തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് കയറി ചുമ്മാ ഒന്ന് മണത്ത് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. വെളിയിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവർക്കെല്ലാം ഇത് ഭയങ്കര എളുപ്പമായിരിക്കും കിട്ടാനായിട്ട്. അവിടെയാണ് ഇതിൻ്റെയൊക്കെ കേന്ദ്രം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 100 മില്ലിക്ക് 50,000 മേളിൽ വില വരുന്നൊരു സാധനമാണ്. ഇതിൻ്റെ പേരാണ് അലക്സാൻഡ്രിയ 2. അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ ഒരു സിറ്റിയാണ്. അലക്സാൻഡ്രിയ 2 കേട്ടോ. അലക്സാൻഡ്രിയ ഉണ്ട്, അലക്സാൻഡ്രിയ 2 ആണ് നമ്മുടെ ഈ ഫ്രാഗ്രൻസ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുക. ഇതിനെപ്പറ്റി കുറച്ച് കാര്യമായിട്ട് തന്നെ പറയാനുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ ലക്ഷറി മണമാണ്. അതായത് നിങ്ങളെ ഒരു മിഡിൽ ഈസ്റ്റേൺ പ്രിൻസിനെ പോലെ മണക്കും, ഒരു രാജകുമാരനെ പോലെ നിങ്ങളെ മണക്കും. ഇതിൻ്റെ നോട്ട്സ് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഖനനം ചെയ്തെടുക്കാം. വുഡി, ആംബറി, പൗഡറി, വാം, സ്പൈസി, ലെവൻഡർ, ഊതി, വനില, സിന്നമൺ, മസ്കി, സ്വീറ്റ് ഫ്രാഗ്രൻസ്. അപ്പം മസ്ക് ഉണ്ട്, സ്വീറ്റ്സ്നെസ് ഉണ്ട്, വനില ഉണ്ട്, ഊതുണ്ട്, പൗഡറിയാണ്, അമ്പറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊരു ഇതിൻ്റെ റോസ് വുഡും ലാവൻഡറും സിന്നമണും ആപ്പിളുമാണ് മേളിൽ വരുന്നത്. കറുവ, ആപ്പിള്, ഊത്, ലാവൻഡർ, നടുക്ക് റോസും സെഡർ വുഡും, ലില്ലി ഓഫ് ദ വാലി, നല്ല സ്വീറ്റ് ഫ്ലവേഴ്സും വരുന്നുണ്ട്. പിന്നെയും ബേസിൽ ഊതും സാൻഡൽ വുഡും, ചന്ദനവും അമ്പറും വാനിലയും മസ്കും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ലക്ഷറി. എനിക്ക് കിട്ടുന്ന ഞാൻ പറഞ്ഞുതരാം. നല്ല ഊതും നല്ല കൊക്കക്കോള പോലത്തെ ഒരു സാധനമായിട്ട് മിക്സ് ചെയ്താൽ എങ്ങനെയിരിക്കും, അങ്ങനെ ഒരു സാധനമാണിത്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യം ഭയങ്കര, ഇത് സ്മെൽസ് ലൈക്ക് മണി എന്ന് പറയും. അതായത് ആദ്യം ഭയങ്കര ലക്ഷറിയസ് സ്മെല്ലായത്. ആർക്കെങ്കിലുമൊക്കെ ഒന്ന് സാഹചര്യം കിട്ടുന്ന സമയത്ത് ഇത് അലക്സാൻഡ്രിയ 2 ഒന്ന് മണത്ത് നോക്കുക കേട്ടോ. ലിലി ഓഫ് ദ വാലി ആ ഒരു സ്ലൈറ്റ് ടച്ച് ഉണ്ട്, പക്ഷേ എങ്കിൽ അതൊന്നും പ്രോമിനൻ്റ് അല്ല. നമുക്ക് വനിലയും ഊതും സാൻഡൽവുഡും ലാവൻഡറും ഒക്കെയാണ് പ്രോമിനൻ്റ് ആയിട്ട് കിട്ടുന്നത്. റോസ് ചെറിയ ടച്ച് ഉണ്ട്. പിന്നെയുള്ള സാധനമാണ് സെർജോഫ് നാക്സോസ്. എൻ്റെ ഈ സാമ്പിൾ മാത്രമേ ഉള്ളൂ, ഞാൻ ഇതുമായിട്ട് പരിചയിച്ച് വരുന്നുള്ളൂ. ടൊബാക്കോ ഫ്രാഗ്രൻസിന് തല വയ്ക്കുന്ന എനിക്ക് അല്പം പേടിയുള്ള കാര്യം, അതുകൊണ്ടാണ് ഞാനത്.
കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുള്ളൂ കേട്ടോ. ഞാനിത് പിന്നെ റിവ്യൂ ചെയ്തോളാം. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള നോളജ് ആയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് സെർജോഫിൻ്റെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. കാണുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരുപാട് നന്ദി. ബൈ.